നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ സാഹചര്യം വിലയിരുത്തുന്നതിനായി ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷ സാഹചര്യത്തിൽ ദില്ലിയിൽ മുഴുവൻ ആശുപത്രികളും സജ്ജമാക്കിയിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി രേഖ ശർമ്മ വ്യക്തമാക്കുകയും ചെയ്തു. നിലവിൽ ജമ്മുവിൽ പലയിടങ്ങളിലായി ഷെല്ലാക്രമണം തുടരുകയാണ്. ജമ്മു കശ്മീരിലെ ശംഭു ക്ഷേത്രത്തിന് സമീപത്തും പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ ഒരു വീട് തകർന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പ്രദേശത്ത് കനത്ത ഷെല്ലിംഗ് നടക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഗുജറാത്തിലെ പാക് ബോർഡറിൽ ഇന്ത്യ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടുണ്ട്. അതിർത്തിയിൽ നിന്നും 35 കിലോമീറ്റർ ദൂരെ ജനവാസ മേഖലയെ ലക്ഷ്യം വെച്ച് എത്തിയ ഡ്രോണാണ് പുലർച്ചെ 6 മണിക്ക് ഇന്ത്യ വെടിവെച്ചിട്ടത്. സംഘർഷ സാഹചര്യത്തിൽ ഇന്ത്യ പാക് സംഘർഷം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് G7 രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ലഘൂകരിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. US സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചു. ഗുരുവായൂരിൽ 2 വീടുകളിൽ മോഷണം. മാവിൻചുവട് 2 വീടുകളിലാണ് മോഷണം നടന്നത്. ഈശ്വരീയം പരമേശ്വരൻ നായരുടെ ഭാര്യ കനകലതയുടെ 3 പവൻ തൂക്കം വരുന്ന മാലയും ചിറ്റലപ്പള്ളി സെബാസ്റ്റ്യന്റെ വീട്ടിൽ കയറി 2 ഗ്രാമിന്റെ കമ്മലും 500 രൂപയുമാണ് മോഷ്ടാവ് കവർന്നത്. ശനിയാഴ്ച പുലർച്ചെ 5:30 മോഷണം. പരമേശ്വരൻ നായരുടെ വീടിനകത്തു കയറിയ മോഷ്ടാവ് പൂജാമുറിയിൽ വിളക്കി വെക്കുകയായിരുന്ന കനകലതയുടെ കഴുത്തിലെ മാല പൊട്ടിക്കുകയായിരുന്നു. ബന്ധുവീട്ടിൽ നിന്ന് സെബാസ്റ്റ്യനും കുടുംബവും രാവിലെ മകന്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നുള്ള പരിശോധനയിലാണ് 2 ഗ്രാമിന്റെ സ്വർണ്ണ കമ്മലും 500 രൂപയും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. ഇരുവരും ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. അപ്പൊ ഇവിടെ ഉള്ളവരാരുമല്ല, ഇവർക്ക് ഈ വർഷത്തിൽ തന്നെയാ. ഇതാണ് പുള്ളി ടീഷർട്ടും മുണ്ടുമാണ്. അപ്പോൾ നമ്മുടെ ആൾക്കാരും അല്ല എന്നുള്ളൊരു പെട്ടെന്ന് എനിക്ക് മരുവാന് ഇങ്ങനെ വന്ന് നിൽക്കും. ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ പുള്ളി വന്ന് ഇതുപോലെ നിൽക്കും. പുള്ളി ഇവിടെ ഇല്ല. ഇതെല്ലാം എന്താ കണ്ണീമ്പ് നേരം പോലും വേണ്ട, നമ്മുടെ മനസ്സിലിങ്ങനെ മാറി മറിയാനായിട്ട്. അന്നേരമാണ് എനിക്കിത് നമ്മുടെ ആരും അതിക്രമിച്ച് വന്നതാണെന്നുള്ള ഒരു ബോധം വന്ന് അപ്പൊ അവനെ കണ്ടപ്പോഴേ ഞാൻ പോകാൻ തുടങ്ങി, കാണാൻ തുടങ്ങി. സാരി ഇങ്ങനെ തന്നെ നടപ്പുണ്ട്, അതിങ്ങനെ അടുത്ത് കുത്തിയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അവനിത് മാറ്റിയിട്ട് മാല എടുക്കാനായിട്ട് അവന് കയ്യിലൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ കയ്യിലൊന്നും കിട്ടത്തില്ല. പിന്നെ അപ്പൊ അതിനിടയ്ക്കൂടെ അവൻ്റെ എൻ്റെ മുഖത്ത് കാതിൽ നോക്കി, അതും കിട്ടുന്ന ലക്ഷണം തോന്നിയില്ല. ഇത് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവന് ഇങ്ങനെ കണ്ടുള്ള സംഭവമല്ലേ. അപ്പൊ അവന്റെ കണ്ണിൽ കൂടെ കാണുന്നത് തന്നെ എനിക്ക് കാണാൻ കാണുന്നത് അവന്റെ ഉദ്ദേശങ്ങളൊക്കെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ഞാൻ എങ്ങനെയൊക്കെ എനിക്ക് കാണാൻ പറ്റേ. പോലീസിലേക്ക് കൊടുത്തിട്ടില്ലേ? നല്ലപോലെ കാണുന്നതല്ലേ, അവനോട് വന്ന് ഇന്നപ്പത്തിന് കാണുന്നതല്ലേ. ഇവൻ എന്റെ നേരം ഇങ്ങനെ വരുമല്ലേ അങ്ങനെ. പക്ഷെ അതിനേക്കാൾ പൊക്കമുള്ളവനാ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മെയ് 11 ഞായറാഴ്ച വിവാഹ ബുക്കിംഗ് 200 കടന്നതോടെ ദർശനത്തിനും താലികെട്ട് ചടങ്ങിനും ദേവസ്വം പ്രത്യേക ക്രമീകരണമൊരുക്കും. വൈശാഖ മാസ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ ഭക്തർക്ക് സുഗമമായ ക്ഷേത്ര ദർശനവും സമയബന്ധിതമായി വിവാഹ ചടങ്ങുകളും നടത്താനാണ് ദേവസ്വം ക്രമീകരണങ്ങൾ സജ്ജമാക്കുന്നത്. സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പുലർച്ചെ 5 മണി മുതൽ കല്യാണങ്ങൾ നടത്തും. താലികെട്ടിനായി കൂടുതൽ മണ്ഡപങ്ങൾ സജ്ജമാക്കും. താലികെട്ട് ചടങ്ങ് നിർവഹിക്കാൻ ക്ഷേത്രം കോയ്മമാരെ മണ്ഡപത്തിലേക്ക് അധികം നിയോഗിക്കും. വരനും വധുവുമടങ്ങുന്ന വിവാഹ സംഘങ്ങൾക്ക് നേരത്തെ എത്തി ക്ഷേത്രം തെക്കേനടയിലെ പട്ടരുകുളത്തിനോട് ചേർന്നുള്ള റിസപ്ഷൻ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങി പ്രത്യേക പന്തലിൽ വിശ്രമിക്കാം. താലികെട്ട് ചടങ്ങിന്റെ ഊഴമാകുമ്പോൾ ടോക്കൺ നമ്പർ പ്രകാരം ഇവരെ ക്ഷേത്രം സെക്യൂരിറ്റി വിഭാഗം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്കും അവിടെ നിന്നും കല്യാണ മണ്ഡപത്തിലേക്കും പ്രവേശിപ്പിക്കും. വരനും വധുവും കുടുംബാംഗങ്ങളും 4 ഫോട്ടോഗ്രാഫർമാരും ഉൾപ്പെടെ 24 പേർക്ക് പ്രവേശനമുണ്ടാകും. ക്ഷേത്രത്തിൽ ക്രമാതീതമായ ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ പുലർച്ചെ നിർമ്മാല്യം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കും. അനിയന്ത്രിതമായ തിരക്കുണ്ടാകുന്ന പക്ഷം ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കുന്നതിന് ദേവസ്വം ഏർപ്പെടുത്തുന്ന ദർശന നിയന്ത്രണങ്ങളോട് ഭക്തജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയനും അഡ്മിനിസ്ട്രേറ്റർ KP വിനയനും അഭ്യർത്ഥിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ 149 മധ്യസ്ഥ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ദീപാലങ്കാരം മിഴി തുറന്നു. സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷനായി. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, കൈക്കാരന്മാരായ OJ ഷാജൻ, പിയൂസ് പുലിക്കോട്ടിൽ, വിൽസൺ നീലങ്കാവിൽ, KT വിൻസെന്റ്, പള്ളി ദീപാലങ്കാര കമ്മിറ്റി കൺവീനർ VL ഷാജു,
റോഡ് ദീപാലങ്കാര കമ്മിറ്റി കൺവീനർ KT ബിജു വർഗീസ് എന്നിവർ സംസാരിച്ചു. തിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ സേവ്യർ അറക്കൽ, CV സേവ്യർ, PRO റാഫി നീലങ്കാവിൽ, MF പ്രിൻസ്, സുബിരാജ് തോമസ് എന്നിവർ നേതൃത്വം നൽകി. 1.5 ലക്ഷം LED പിക്സൽ ബൾബുകൾ ഉപയോഗിച്ചാണ് ദേവാലയം ദീപപ്രഭയിൽ അലങ്കരിച്ചിട്ടുള്ളത്. സൗത്ത് ഷാർപ്പികളും LED ബാർലൈറ്റുകളും ദേവാലയ ദീപാലങ്കാരത്തിന് ചാരുതയേകി. സാറ്റിൻ റിബൺ കൊണ്ടു തീർത്ത തോരണം തിരുനടയിൽ വർണ്ണവിസ്മയം തീർത്തു. നിർമ്മാണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയ ഫാൻസി വെടിക്കെട്ട് വർണ്ണമഴയായി പെയ്തിറങ്ങി. തെക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുമുറ്റ മെഗാ ഫ്യൂഷൻ അരങ്ങേറി. കക്കൂസ് മാലിന്യം നഗരകേന്ദ്രത്തിലേക്ക് ഒഴുകിയതിനെ തുടർന്ന് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കംഫർട്ട് സ്റ്റേഷൻ കോൺഗ്രസ് കൗൺസിലർമാർ പൂട്ടിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കംഫർട്ട് സ്റ്റേഷന്റെ പിറകിലെ പൈപ്പ് പൊട്ടി മാലിന്യം നിറഞ്ഞൊഴുകാൻ തുടങ്ങിയത്. കെട്ടിടത്തിന് താഴെ യൂണിയൻ ഷെഡിന് സമീപത്തു നിന്നാണ് കക്കൂസ് മാലിന്യം നിറഞ്ഞ് പുറത്തേക്ക് തള്ളുന്നത്. ഈ മലിനജലം കെട്ടിടത്തിന് സമീപത്തെ വ്യാപാര കേന്ദ്രങ്ങൾക്ക് മുന്നിലൂടെയാണ് ഒഴുകുന്നത്. ഇതേ തുടർന്ന് വ്യാപാരികൾ നിരവധി തവണ നഗരസഭാ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി എടുക്കാതിരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് കൗൺസിലർമാരായ ബിജു C. ബേബി, ഷാജി ആലിക്കൽ എന്നിവർ പ്രതിഷേധിച്ച് കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിച്ചത്. നഗരത്തിന്റെ ഹൃദയഭാഗത്തെ മുനിസിപ്പൽ അധീനതയിലുള്ള കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള പൊട്ടിയിട്ടുള്ള മലിനജലവും അതുപോലെ വിസർജ്യ വസ്തുക്കളാണ് പുറത്ത് നമ്മുടെ വടക്കാഞ്ചേരി റോഡ് കൂടെ ഒഴുകി നടക്കുന്നത്. ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. സാധാരണ വ്യക്തികളോടാണ് നിർബന്ധമായിട്ട് കർശന നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരിന്ന് പിഴ ഈടാക്കുകയും ചെയ്യുന്ന നഗരസഭ ഈ ഒരു അനാസ്ഥ കണ്ടില്ലെന്ന് കാണിക്കുകയാണ്. ഈ അനാസ്ഥയുടെ ഗുരുവായൂർ തിരുവെങ്കിട ജലപതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവത്തിന് ആറാട്ടോടെ സമാപനമായി. മെയ് 2 മുതൽ 9 വരെയായിരുന്നു ചടങ്ങുകൾ. വൈകിട്ട് അനുഷ്ഠാന ആചാര താന്ത്രിക ചടങ്ങുകളോടെ നടന്ന ആറാട്ടുബലി, കിഴക്കേ നടക്കൽ ഭഗവാനെ എഴുന്നള്ളിച്ചു വയ്ക്കൽ, ദീപാരാധന, യാത്രാബലി എന്നിവയ്ക്ക് ശേഷം ഭഗവാൻ ഗ്രാമപ്രദക്ഷിണത്തിന് പുറത്തേക്ക് എഴുന്നള്ളി. ഗജവീരൻ അനന്തനാരായണൻ തിടമ്പേറ്റി ഗുരുവായൂർ മുരളിയുടെ നാദസ്വരവും പരിശവാദ്യവും അകമ്പടിയായി നൂറുകണക്കിന് താലപ്പൊലിയുടെ സാന്നിധ്യത്തിൽ ഗ്രാമപ്രദക്ഷിണവുമായി നീങ്ങിയ എഴുന്നള്ളിപ്പിന് വഴിനീളെ നിറപറകളാലും അലങ്കാരങ്ങളാലും ഭക്തർ വരവേറ്റു. ഗുരുവായൂർ മഞ്ജുളാൽ പരിസരത്തെത്തി ഗുരുവായൂരപ്പനെ വണങ്ങി തിരിച്ച് ക്ഷേത്രാങ്കണത്തിലെത്തി. കോട്ടപ്പടി സന്തോഷ് മാരാരുടെ നേതൃത്വത്തിൽ വാദ്യതാളങ്ങളോടെ ക്ഷേത്ര ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ അനുബന്ധ പൂജകളോടെ ക്ഷേത്ര തീർത്ഥക്കുളത്തിൽ ഭഗവാന്റെ ആറാട്ട് നടത്തി. ക്ഷേത്രം ഭാരവാഹികളായ ശശി വാറനാട്ട്, പ്രഭാകരൻ മണ്ണൂർ, സേതു തിരുവെങ്കിടം, ബാലൻ വാറനാട്ട്, A. വിനോദ് കുമാർ, രാജു കലാനിലയം, ശിവൻ കണിച്ചാടത്ത്, ഹരി കൂടത്തിങ്കൽ, രാജു പെരുവഴിക്കാട്ട്, P. ഹരിനാരായണൻ, TK അനന്തകൃഷ്ണൻ, മാനേജർ P. രാഘവൻ നായർ എന്നിവർ ബ്രഹ്മോത്സവത്തിന് നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പുതിയ പള്ളിയുടെ 17ാം സ്ഥാപിത പെരുന്നാൾ ആഘോഷിച്ചു. വെള്ളിയാഴ്ച സന്ധ്യാനമസ്കാരത്തിന് ജോസഫ് കോർ എപ്പിസ്കോപ്പ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ഇടവക പട്ടക്കാരായ ഫാദർ ജോസഫ് ജോസ്, ഫാദർ കുര്യാക്കോസ് ജോൺസൺ, ഫാദർ ജോർജ് ചാക്കോ എന്നിവർ സഹകാർമ്മികരായി. സന്ധ്യാനമസ്കാരത്തിനു ശേഷം പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും ആശീർവാദവും നേർച്ച വിളമ്പലും നടന്നു. ശനിയാഴ്ച വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ബദനി ആശ്രമം അംഗം ബെഞ്ചമിൻ OIC കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫ് ജോർജ്, ഫാദർ ആന്റണി പൗലോസ് എന്നിവർ സഹകാർമ്മികരായി. ശുശ്രൂഷകൾക്ക് ഫാദർ ജോൺ ഐസക് നേതൃത്വം നൽകി. തുടർന്ന് പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും ആശീർവാദവും സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. കൈസ്ഥാനി സന്തോഷ് CJ, സെക്രട്ടറി സിൻഡോ K. ശിമോൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പൊന്നിയൂർകുളം ആൽത്തറ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 6 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന വൈശാഖ ഏകാദശി മഹോത്സവം സമാപിച്ചു. രാവിലെ ആറാട്ട്, കൊടിക്കൽപ്പറ, 25 കലശം, അഭിഷേകം എന്നീ ചടങ്ങുകളുണ്ടായി. പൂജകൾക്ക് ചേന്നാസ് ഗിരീശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ദേശപുരങ്ങൾ പടിഞ്ഞാറേ നടയിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തി സമാപിച്ചു. കേരളത്തിലെ തലയെടുപ്പുള്ള 5ഓളം ഗജവീരന്മാർ കിഴക്കേ നടയിലെ ആലിൻ ചുവട്ടിൽ അണിനിരന്നു. തുടർന്ന് കാവടി ഉത്സവങ്ങളുടെ വരവുമുണ്ടായി. രാത്രി ആൽത്തറ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ ഗാനമേളയുമുണ്ടായിരുന്നു. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ KB സുകുമാരൻ, രാജേഷ് കടാമ്പുള്ളി, മുരളി പുലിയത്ത്, MG സുരേഷ്, ഹരി എഴുത്തുപുരയ്ക്കൽ, സുരേഷ് നടുവത്ത് ക്ഷേത്രം ഭാരവാഹികളും നേതൃത്വം നൽകി.
വടക്കേക്കാട് കൊച്ചനംകുളത്തിന്റെ സുരക്ഷാ മുൻകരുതലുകൾ പരിശോധിക്കാനായി കുന്നംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണൻ കുളം സന്ദർശിച്ചു. കൊച്ചനംകുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് 52 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പോലീസ് ചില സുരക്ഷാ മുൻകരുതലുകൾ കൂടി നിർദ്ദേശിച്ചു. റോഡ് അപകടങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് മുങ്ങിമരണങ്ങളാണ്. നീന്തൽ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരം. ഈ ദൗത്യത്തിൽ പങ്കാളികളായ നാട്ടുകാരെയും കുട്ടികളെയും സ്റ്റേഷൻ ഓഫീസർ അഭിനന്ദിച്ചു. 6ാം വാർഡ് മെമ്പർ ശ്രീധരൻ മാക്കാലിക്കൽ, ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥൻ ശരത്, കോൺട്രാക്ടർ ബാബു, ഉസ്മാൻ പള്ളിക്കരയിൽ, ബിജു കണ്ടമ്പുള്ളി, മുഹമ്മദ് അലി പള്ളിക്കരയിൽ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണമെന്ന തലക്കെട്ടിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലുമായി വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ പര്യടനം ജില്ലയിൽ പൂർത്തിയായി. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയുടെ നേതൃത്വത്തിലാണ് യാത്ര. ചാവക്കാട് ഒരുമനിയൂർ തങ്ങൾപ്പടിയിൽ നിന്നും ആരംഭിച്ച് പദയാത്ര ചാവക്കാട് ആശുപത്രി റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്നു നടന്ന പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ഷംസീർ ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് KS നിസാർ, ജനറൽ സെക്രട്ടറി റക്കീബ് കെ തറയിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. അഗതിയൂർ കലശമല ശ്രീ ദണ്ഡായുധപാണി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ചേറ്റുപുഴ അഭേദാനന്ദ ആശ്രമം മഠാധിപതി വിശ്വേശ്വരാനന്ദ സരസ്വതി സ്വാമികൾ, ക്ഷേത്രമേൽശാന്തി രാജു ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പുലർച്ചെ നിർമാല്യ ദർശനം, അഭിഷേകം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പാലഭിഷേകം, കലശാഭിഷേകം എന്നിവ നടന്നു. വൈകിട്ട് സർവൈശ്വര്യ പൂജ, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, അത്താഴപൂജ എന്നിവയ്ക്കു ശേഷം പ്രതിഷ്ഠാദിനാഘോഷത്തിന് സമാപനമായി. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവം 2025 അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ അവസാന സെമി ഫൈനൽ മത്സരം ശനിയാഴ്ച നടക്കും. മത്സരത്തിൽ വിജയിക്കുന്ന ടീം ഫൈനലിൽ റോയൽ ട്രാവൽസ് കോഴിക്കോടുമായി ഏറ്റുമുട്ടും. രണ്ടാം സെമിയുടെ ഒന്നാം പാദത്തിൽ ഫിഫ മഞ്ചേരിയെ യുണൈറ്റഡ് FC നെല്ലിക്കുത്ത് 1-5 ഏകപക്ഷീയമായി പരാജയപ്പെടുത്തിയിരുന്നു. രണ്ടാം പാദ മത്സരത്തിൽ ശനിയാഴ്ച രാത്രി 9 ഇരു ടീമുകളും വീണ്ടും ഏറ്റുമുട്ടും. വ്യാഴാഴ്ച രാത്രി CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, വിദ്യമണി എന്നിവർ വിശിഷ്ടാതിഥികളായി ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു. ഫുട്ബോൾ മത്സരങ്ങൾക്ക് ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദ് ഉണ്ണി, ട്രഷറർ ജ്യോതിദേവ്, കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ, TA രണദീവ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ആസാദ് ഫൗണ്ടേഷൻ കുന്നംകുളത്തും പുന്നിയൂർക്കുളത്തും എല്ലാ മാസവും 1-ാമത്തെയും 4-ാമത്തെയും ഞായറാഴ്ചകളിൽ പ്രതിമാസ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിർധനരും നിരാശ്രയരും അടക്കം ആയിരങ്ങൾക്ക് കാരുണ്യസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നേത്രചികിത്സയും ശസ്ത്രക്രിയയും നൽകി വരുന്നുണ്ട്. കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റൽ, ITS മലബാർ എന്നീ ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് ക്യാമ്പുകൾ നടത്തുന്നത്. ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 8547544888 എന്ന നമ്പറിലോ പഞ്ചായത്തുകളിലെ ക്യാമ്പ് കോർഡിനേറ്റർമാരെയോ ബന്ധപ്പെടാവുന്നതാണ്. അഷ്റഫ് കൂട്ടായ്മയുടെ തൃശൂർ ജില്ലാ കുടുംബ സംഗമം ശ്രദ്ധേയമായി. കലമ്പുറം വിദ്യാ റെസിഡൻസിയിൽ നടന്ന കുടുംബ സംഗമം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കഴുത്താക്കൽ അധ്യക്ഷത വഹിച്ചു. സംഗമം സപ്ലിമെന്റ് പ്രകാശനം ജില്ലാ വൈസ് പ്രസിഡന്റ് ടിക്ടാക് അഷ്റഫ് പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകി നിർവഹിച്ചു. സംഘടനാംഗങ്ങളുടെ മാതാക്കളെയും മികവ് പുലർത്തിയ കുട്ടികളെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗവൽ കാസർഗോഡ് മുഖ്യാതിഥിയായിരുന്നു. ജനറൽ സെക്രട്ടറി അഷ്റഫ് വാഴയൂർ മലപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് അഷ്റഫ് IP കോഴിക്കോട് സംഘടനാ സന്ദേശം നൽകി. കൂട്ടായ്മ സ്ഥാപകൻ അഷ്റഫ് മനരിക്കൽ, കടവല്ലൂർ പഞ്ചായത്ത് അംഗം ഹക്കീം പള്ളിക്കുളം, അഷ്റഫ് ആൽത്തറ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ്, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എന്നിവയും കോഴിക്കോട് അഷ്റഫ് നാറാത്തിന്റെ ഈശൽ വിരുന്നും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,045 രൂപ, പവന് 72,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 109 രൂപ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.